ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള 2025 എറണാകുളത്തിന്റേത് ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇത്തവണ പുതിയ സ്ലോഗനാണ് എനിക്കും വേണം ഖാദി. ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ അങ്ങോട്ട് പറയായിരുന്നു, ഇപ്പൊ ആളുകൾ തന്നെ എനിക്കും വേണം ഖാദി. ആ രൂപത്തിലേക്ക് ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ മാറിയിട്ടുണ്ട്. പുതിയ ഡിസൈനുകളിൽ നമ്മൾ ഒത്തിരിയേറെ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട്. നമ്മുടെ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ എപ്പോഴും അതൊക്കെ ധരിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരായ കോൺഗ്രസ് MLA-മാർ ഖാദി ധരിക്കാത്തൊരു പ്രശ്നം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു. അപ്പൊ അവരും ഇപ്പൊ ഒരു തർക്ക വിഷയമായപ്പോ അവർക്കും വേണ്ടി നല്ല വർണ്ണശബളമായ ഡിസൈനുകളിൽ ഖാദി ഷർട്ടുകൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായ കോൺഗ്രസിന്റെ ആളുകളും വിഷമിക്കേണ്ടതില്ല, അവർക്കും ഖാദി നമ്മളിപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പല ഡിസൈനുകളിൽ വസ്ത്രങ്ങളുണ്ട്. ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞവർ, അതേപോലെ തന്നെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരെല്ലാവരും നമ്മുടെ ഖാദി ഡിസൈനിങ്ങിൽ സഹകരിക്കുന്നുണ്ട്. കുറെ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ കരുമാലൂർ, എന്റെ മണ്ഡലത്തിൽ നമ്മുടെ ആസ്തി ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ കരുമാലൂർ ഖാദിയുടെ വികസനത്തിന് വേണ്ടി നൽകി. കരുമാലൂർ നല്ല ഖാദി സിൽക്ക് സാരി സെന്റരാസസിൽ വെച്ച് ഈ 19-ാം തീയതി വിപണിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ കുന്നുകരയിൽ പാപ്പിയോൺ കുഞ്ഞുങ്ങളുടെ കുപ്പായം, അവിടെയും നേരത്തെ ഒരു ഖാദി യൂണിറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതിപ്പോ നവീകരിച്ചു. അവിടെ നിന്ന് കുട്ടികളുടെ കുപ്പായം നല്ല ഡിമാൻഡാണ്, അത് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും വളരെ നല്ല രീതിയിൽ ഖാദിയുടെ പ്രൊമോഷൻ സഹകരിക്കുന്നുണ്ട്. അവര് 2-3 സ്ഥലത്ത് നവീകരണത്തിനാവശ്യമായ പിന്തുണ നൽകി. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്ത് ഖാദി മേള സംഘടിപ്പിച്ചു. 10 ലക്ഷത്തിന്റെ വിൽപ്പന. ഇത്തവണ ഇരട്ടിയാക്കാൻ ഈ വർഷവും മേള നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിനോട് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദീർഘമായ പ്രസംഗത്തിന് തുനിയുന്നില്ല. ഖാദി തൊഴിലാളികൾക്ക് കുടിശ്ശിക ഉള്ളത് ഓണത്തിന് മുമ്പ് പരമാവധി വിതരണം ചെയ്യും എന്നും ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഖാദി ഓണത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് സമ്മാനം നൽകുന്നുണ്ട്. നല്ല ഇത്തവണ കാറുണ്ട്, സ്കൂട്ടറുണ്ട്. അതുകൊണ്ട് 14 സ്കൂട്ടറുകളുണ്ട്. അത് സ്ത്രീകൾക്ക് ഓടിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. നല്ല സൗകര്യമുണ്ടോ? സ്ത്രീകളിപ്പോ ബുള്ളറ്റൊക്കെ ഓടിക്കുന്നുണ്ട്. നമ്മുടെ കുറച്ചുകൂടി സൗകര്യപ്രദമായി ഓടിക്കാവുന്നതാണ്. അപ്പൊ അത്തരം സമ്മാനങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവരും എനിക്കും വേണം എന്ന് പറഞ്ഞ് തന്നെ ഇന്നു മുതൽ ഈ മേള അതിന്റെ വിൽപ്പന സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഖാദി നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഒരു പ്രതീകമാണ്. അതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഈ മേഖല സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഓണാശംസകൾ കൂടി അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.